പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ലഹരിയെക്കുറിച്ചുള്ളത്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള ലഹരി. കഞ്ചാവ് പിടിക്കുന്നു, MDMA പിടിക്കുന്നു, പലരെയും ഞങ്ങൾ പുറത്താക്കിയെന്ന് പറയുന്നു. അതിനെ സംബന്ധിച്ച് വേറെ വാഗ്വാദങ്ങൾ നടക്കുന്നു, പലതും നടക്കുന്നു. ഇന്ന് ഞാൻ കണ്ട വാർത്തയാണ് കഞ്ചാവുമായി പിടിയിലായ സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും സസ്പെൻഡ് ചെയ്യുമെന്ന് ഫെഫ്ക. എനിക്ക് ഈ വാർത്ത കണ്ടിട്ട് ചിരിക്കാനാണ് തോന്നിയത്. ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവ സംവിധായകൻ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ഫെഫ്ക സസ്പെൻഡ് ചെയ്തു എന്ന് വാർത്ത വരുന്നുണ്ട്. ലഹരിയിൽ വലുപ്പച്ചെറുപ്പമില്ലാതെ നടപടി സ്വീകരിക്കാനാണ് ഫെഫ്കയുടെ തീരുമാനം. കേസിന്റെ പശ്ചാത്തലത്തിൽ ഈ സംവിധായകർക്കെതിരെ നടപടിയെടുക്കാൻ ഫെഫ്ക നേതൃത്വം ഡയറക്ടേഴ്സ് യൂണിയന് നിർദ്ദേശം നൽകിയിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ. പിടിച്ചെടുത്തത് 1.6 ഗ്രാം കഞ്ചാവ് പോലീസ് അറസ്റ്റ് ചെയ്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അത് അത്രേ ഉള്ളൂ. 1 കിലോയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2000 രൂപ പിഴ അടച്ചിട്ട് പോരാവുന്ന കേസേ ഉള്ളൂ. ഇതാകെ 1.6 ഗ്രാം ഒരു വീഡിയോ അടിക്കാനുള്ള ഒരു കേസേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇത് ഇത്ര നിസ്സാരവൽക്കരിച്ച് പറയാൻ കാരണമുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ക്ലാസ് ആണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി അനാലിസിസിന്റെ 4ാമത്തെ വിഭാഗമായ ഇൻഡിവിജ്വലിസ്റ്റുകളെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് സമയമെടുക്കും. താല്പര്യമുള്ളവരിത് മുഴുവൻ കണ്ടാൽ മതി. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കും ഇവിടെ കഞ്ചാവ് നിരോധിക്കണോ, ഇവിടെ വാർത്തകൾ നിരോധിക്കണോ, അതോ ശരിക്കുള്ള എഡ്യൂക്കേഷൻ വേണോ, എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കും. ഒരല്പം സമയം എടുക്കട്ടോ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇൻഡിവിജ്വലിസ്റ്റുകൾ എന്നൊരു വിഭാഗമുണ്ട്. ഈ ഇൻഡിവിജ്വലിസ്റ്റുകളെ കത്തോലിക്ക സിലബസ് എന്ന് പറയുന്ന മറ്റൊരു മേഖലയിൽ, ഞാൻ അതിൻ്റെ സൈക്കോളജി സിലബസ് ആണ് പറയുന്നത്, കാത്തലിക് സിലബസ് എന്ന് പറയുന്ന മറ്റൊരു സിലബസിൽ ആർട്ടിസ്റ്റുകളെന്നോ ഒക്കെ വിളിക്കും. ആർട്ടിസ്റ്റുകളെന്ന് വിളിക്കാം, അങ്ങനെ വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ അതിന് ഇൻഡിവിജ്വലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ഇൻഡിവിജ്വലിസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഒരു അസാധാരണ വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നലാണ്. ഒരു അസാധാരണ വ്യക്തിയാണ് എന്നുള്ള തോന്നല. ആ ഒരു അസാധാരണത്വം തന്നെയാണ് അവരെ വേറിട്ട് നിർത്തുന്നത്. കാരണം അവർക്കാണ് അത്തരത്തിലുള്ള അസാധാരണ വ്യക്തിത്വങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത്, അതുപോലെ ക്യാരക്ടേഴ്സിനെ സൃഷ്ടിക്കാൻ കഴിയുന്നത്, മറ്റ് സൃഷ്ടികൾ സൃഷ്ടിക്കാൻ കഴിയുന്നത്. അങ്ങനെയാ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ കഴിയുന്നതൊക്കെ ആ ഒരു വിഭാഗത്തിനാണ്. അതുകൊണ്ട് അവർ അസാധാരണ വ്യക്തികൾ തന്നെയാണ്. ഇനി അവരുടെ സ്വഭാവവിശേഷങ്ങൾ കിടക്കണമെന്നുണ്ടെങ്കിൽ അവരൊരു ക്രിയേറ്റിവിറ്റി ഉള്ളവരായിരിക്കും, സർഗാത്മകത ഉള്ളവരായിരിക്കും. ഇത്രയധികം 100 കണക്കിന് 1000 കണക്കിന് സിനിമ, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് സിനിമ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയധികം സിനിമകൾ ഇറങ്ങിയിട്ടും ഇന്നും പുതിയ പുതിയ കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത്രയധികം പാട്ടുകൾ ഇറങ്ങിയിട്ടും പുതിയ പുതിയ പാട്ടുകൾ, പുതിയ പുതിയ ടൂണുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ വരികൾ, വേറിട്ട രാഗങ്ങൾ ഒക്കെ പുതിയ പുതിയ ട്രെൻഡുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു, ഇല്ലേ? അതായത് ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവരിലുണ്ട്. അതിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന വിഭാഗത്തിന് ഇൻഡ്യൂഷൻസ് ഉള്ള വിഭാഗം എന്നാണ് പറയുക. ഇൻഡ്യൂഷൻ, ഉൾവിളി എന്നാ പറയാം. ഈ പ്രവാചകന്മാർക്ക് വഹി ലഭിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ടാണ്. ഉൾവിളി, അവർക്ക് അറിയാം എന്തെങ്കിലും ഇതെങ്ങനെയാണോ അതെങ്ങനെയാണോ എന്നൊക്കെ അവർക്ക് ഇൻഡ്യൂഷൻ ഇറങ്ങിക്കൊണ്ടിരിക്കും. ആ രീതിയിലാണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അവർക്ക് ചിലപ്പോൾ മുൻകൂട്ടി അവർക്കൊരു പ്രവചിക്കാനൊക്കെ കഴിഞ്ഞെന്ന് വരും. ഞാനീ പറയുന്നത് ചിലർക്കൊന്നും ദഹിക്കില്ല, ദഹിക്കുന്നവർ മാത്രം കണ്ടിന്യൂ ചെയ്ത് കണ്ടാൽ മതി. അത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ തന്നെ പറയാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത ബ്യൂട്ടി വർഷിപ്പാണ്, സൗന്ദര്യ ആരാധകരാണ് എന്നുള്ളത്. സൗന്ദര്യത്തെ ആരാധിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഒറ്റ വാക്കിൽ സൗന്ദര്യ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൗന്ദര്യത്തെ ആരാധിക്കുന്നത് എങ്ങനെ നിങ്ങൾക്കറിയും? ഇപ്പോൾ ഒരു മോഡലിനെ വരയ്ക്കുകയാണെന്ന് ചിന്തിക്കും. ഒരു തുണിയില്ലാതെ ഒരു മോഡൽ അവിടെ നിൽക്കുകയാണ്. ആ മോഡൽ ഇവർ വരയ്ക്കാനുള്ള ഒരു പൊസിഷനിൽ നിന്നു കൊടുത്തിട്ട് ആ രീതിയിൽ അവർ വരയ്ക്കും. അങ്ങനെ വരച്ചിട്ട് ആ വരച്ച ചിത്രമുണ്ടല്ലോ അതിനെ എടുത്തു വെച്ചിട്ട് ആഹാ എന്ത് മനോഹരം, അടിപൊളി, എൻ്റെ ക്രിയേറ്റീവ്, എന്താ പറയുക, അതിൻ്റെ ബ്യൂട്ടി ഉണ്ടല്ലോ അതിമനോഹരം എന്ന് പറയും. ഒറിജിനൽ സാധനം അവിടെ നിൽക്കുന്നുണ്ട്, അതിനെ നോക്കൂല, അത് ചെയ്യില്ല. നിങ്ങൾ സിനിമാ മേഖലയിലൊക്കെ ഞാൻ പറയുമ്പോൾ വിവാദം ആവുമായിരിക്കും ഒരു പക്ഷേ. ഒരുപാട് അൺഎത്തിക്കൽ ഇടപാടുകൾ നടക്കുന്ന ഒരു മേഖലയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അത് സംബന്ധിച്ചിട്ട് പല കേസുകളും വന്നിട്ടുമുണ്ട്. അൺഎത്തിക്കൽ ശാരീരിക ഇടപാടുകൾ പോലും ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ റീസണാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഞാൻ പിന്നെ അങ്ങോട്ട് പറയാം, തുടർന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ബ്യൂട്ടി വർഷിപ്പ് എന്ന് പറയുന്നത് അവരെന്തിനെയാണോ അവർ വരച്ചു വെക്കുന്നത്, ആ വരച്ചു വെക്കുന്ന അവരുടെ സൃഷ്ടിയെ മാത്രമാണ് അവർ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് അവരെടുത്ത് പൊക്കി പിടിച്ച് കാണിക്കുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റിനെ അല്ല. വരയ്ക്കാനൊരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്, പച്ചയ്ക്ക് അവിടെ നിൽപ്പുണ്ട്, അതിനെ എന്ത് ചെയ്യില്ല, അവർ ആരാധിക്കില്ല, നോക്കില്ല. അത് അവരുടെ രീതിയാണ്. അവരുടെ സൗന്ദര്യ ആരാധന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി ഒരു കവിത എഴുതി നോക്ക്. ആ കവിതയെ വല്ലാണ്ട് കൊണ്ട് വർണ്ണിക്കും, അവനവൻ്റെ കവിതകളെ വർണ്ണിക്കും. ഒരു വാക്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരു അക്ഷരം കൊണ്ടൊക്കെ അവർ കവിതകൾ രചിച്ചു കളയും.
അത് നമുക്കൊരു പക്ഷെ മനസ്സിലാവണമെന്നില്ല. ഒരു കവിതയുടെ പേര് ദേ എന്നായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു വരി ദേ എന്നായിരിക്കും. അവരതിനെ വിശദീകരിക്കുന്നത് നിരാശയുടെ അന്തരാളങ്ങളിൽ നിന്ന് വേർഗമിക്കുന്ന എന്തോ ഇത് ആണ് ദേ എന്ന് പറയും. ഈ ദേ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അവരിത് പറഞ്ഞു വരുമ്പോൾ ഓ അതാണ് ദേ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നിട്ട് നമ്മൾ അവരെ വിലയിരുത്തും. സംഗതി മനസ്സിലായില്ലേ? ഒരു സ്വയബോധത്തിൽ ജീവിക്കുന്നവർ, അതായത് അവരുടെ ആ ഒരു ബോധ മണ്ഡലത്തിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന് ജീവിക്കുന്ന ഒരു വിഭാഗത്തെ വേണം നമുക്ക് ഇൻഡിവിജ്വൽസ് എന്ന് വിളിക്കാം. അവരുടെ ഒരു ചിന്തയുണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുള്ളൂ. അതിന്റെ ബാഹ്യ ചിന്തകളിലേക്ക് പോകില്ല, മറ്റുള്ളവരുടെ സൃഷ്ടികളിലേക്ക് നോക്കേയില്ല. മറ്റുള്ളവരുടെ സൃഷ്ടിയിൽ ഒരു അസൂയാണ്. ഒരു കവിതയായാലും ഇപ്പോൾ ഒരു കവിക്ക് മറ്റൊരു കവിയോട് അസൂയ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരിക്കലും ഞാനും കേരളിനെറ്റ് ചീഫ് എഡിറ്റർ സുനിൽ ഷായും കൂടി KP രാമണ്ണി മാഷെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി തിരൂർ തുഞ്ചൻപറമ്പിൽ പോയ സമയത്ത് അവിടെ വെച്ച് MD വാസുദേവനെ കണ്ട ഒരു കഥ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലതവണ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ അസൂയയുടെ ഒരു ലാഞ്ചന MDയിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു. അത് ഒരു കാരണമുണ്ട്, അവർ തമ്മിൽ പോട്ടിയായിട്ടിരുന്ന ഉടക്കിയിരുന്ന ഒരു സമയത്തായിരുന്നു. അതങ്ങനെ അതിന്റെ റീസൺ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ചിരിച്ചു. യഥാർത്ഥത്തിൽ ഈ റീസൺ അറിയാവുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ പിണങ്ങില്ല എന്നുള്ള ഒരു കവി മറ്റൊരു കവിയായിട്ട് പിണങ്ങിയൊന്നുമില്ല. മറ്റൊരാളുടെ സൃഷ്ടിയെ ഒരാള് വായിച്ച് ആസ്വദിക്കാതിരിക്കുകയുമില്ല. അപ്പൊ ഈ ഒരു സ്വയ ജീവിതത്തിൽ സ്വപ്ന ജീവികളായിട്ടാണ് ഇവർ ജീവിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. സ്വപ്ന ജീവികളാണ്. ഈ സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്നൊക്കെ പറയില്ലേ, അത് സ്വപ്ന ജീവികളായിട്ടാണ് ഈ കലാകാരന്മാർ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റുകൾ ജീവിക്കുന്നത്. ഡ്രീമേഴ്സ് എന്നാണ് പറയുക. സ്വപ്ന ലോകത്താണ് അവരുടെ ജീവിതം. സങ്കല്പങ്ങളാണ്. റിയൽ ലൈഫിനേക്കാളും വലിയ കഥകളാണ് അവർ മെനഞ്ഞിട്ട് ആ കഥകളുടെ ലോകത്ത് ആണ് അവർ ജീവിക്കുന്നത്. സമ്പാദ്യം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇവിടെ സിനിമ എത്ര തന്നെ നഷ്ടം വന്നാലും, എത്ര തന്നെ അവർക്ക് അഭിനയിക്കുന്നതിന് പണം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും, കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അവരുടെ ക്രിയേറ്റിവിറ്റി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പോകുന്നതിന്റെ രഹസ്യം ഇതാണ്. ഒരു കലാകാരന്മാരുടെ, ഒരു നർത്തകരുടെ, പാട്ടുകാരുടെ, ഇവർ മാത്രമല്ല പാട്ട് പാടുന്ന കേട്ടോ. എന്തൂസിയാസ്റ്റ് വേറെ ഒരു ഭാഗം പാട്ട് പാടുന്നുണ്ട്. ഞാനിപ്പോൾ ഇവരെ മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. ഇത് പറയാൻ കാരണം ലഹരി എന്നൊരു വാക്കാണ്. നമ്മൾ അവിടേക്ക് എത്തും. അപ്പോൾ ഇത്തരത്തിൽ സ്വപ്നജീവികളായി ജീവിക്കുന്ന ഇവരെ ഒരു ഇമോഷണൽ ലൈഫ് കൂടി ജീവിക്കുന്നുണ്ട്. അതായത് ഒരു വൈകാരിക ജീവിതമാണ് എപ്പോഴും അവർക്ക്. ഒരു വൈകാരിക ജീവിതം, നഷ്ടപ്രണയം എന്ന് പറയും, ട്രാജിക് റൊമാൻറ്റിക് എന്ന് പറയും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവരുടെ കവിതകൾ, ഈ കവികൾ ഏതെങ്കിലും ഒരു കവിത എഴുതുമ്പോൾ മലയാളത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കവിതകളുണ്ടാവും. എത്ര കവിത ഉണ്ടെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു കവിത നിങ്ങൾ സന്തോഷമുള്ളത് എടുത്തു തരാൻ കഴിയും? എൻ്റെ ഈ വീഡിയോ കാണുന്ന, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്ക് എടുത്തു തരാൻ കഴിയും? വിഷാദമോ നിഷാദമോ അല്ലെങ്കിൽ വിരഹമോ നഷ്ടമോ ആത്മഹത്യയോ ട്രാജഡിയോ അല്ലാത്ത എന്തെങ്കിലും ഒന്ന് സന്തോഷമുള്ള ഒരൊറ്റ കവിത നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റൂ? വേണ്ട, ഒരൊറ്റ ഗസൽ എടുത്തു തരാൻ പറ്റൂ? ഒരുപാട് ഗസലുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഒരു കാമുകന്റെയും കാമുകിയുടെയും കഥ പറയുകയാണെങ്കിൽ ഈ കാമുകിയെ മറ്റൊരുത്തൻ കല്യാണം കഴിച്ച് പോയതിനു ശേഷം പറയും, മറക്കുകില്ലോ മനെ മറക്കുകില്ല മാനസമൈനേ വറൂ. ഈ നല്ല സമയത്ത് ഇത് അവളോട് മര്യാദയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഈ പോയി വിളിച്ചിരുന്നെങ്കിൽ കൊണ്ടുവന്ന് കൂടെ ജീവിക്കുകയും ചെയ്തതിന് 10 കുട്ടികളുമായിട്ട് സുഖമായിട്ട് കഴിയുകയും ചെയ്യായിരുന്നു. അതൊന്നും ചെയ്യൂല. എന്നിട്ട് മറ്റൊരുത്തൻ കെട്ടിക്കൊണ്ട് പോകുന്നവരിങ്ങനെ കാത്തിരുന്നിട്ട് ഇങ്ങനെ വിരഹഗാനവും പാടി കുത്തിയിരിക്കും. അതാണ് ട്രാജിക് റൊമാൻറ്റിക് ആണ് അവർ മുഴുവൻ. ഒരു സെൽഫ് ഇഞ്ചുറിയാണ്, ഒരു ആത്മനിന്ദയുടെ ആൾക്കാരാണ്. എന്നിട്ട് സ്വയം നീറിയിരിക്കും. അതും പോരാഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുഴുവൻ വിഷമങ്ങളും സങ്കടങ്ങളും നിരാശകളും എല്ലാം ഇങ്ങനെ ആവാഹിച്ചെടുത്ത് അതൊക്കെ സൃഷ്ടികളാക്കി ഇങ്ങനെ വെക്കും. ഒന്ന് നോക്കിയാൽ മതി, നിസ്സാരമായി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇവിടുത്തെ കഥകളും കവിതകളും അതേപോലെ ഗസലുകളും ഒക്കെ നോക്കിയാൽ മതി. സന്തോഷത്തിൽ അവസാനിക്കുന്ന കവിതകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരെണ്ണം പോലും എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. ഗസലുകളും അത് തന്നെ. വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം ഞാൻ, ഒരു വിഷാദ ഗാനം. എന്താണ്? ഒരു വിഷാദ ഗാനം. വേറെ ഒരു പാട്ടും പാടാനില്ല, വിരഹവും വിഷാദം ഉണ്ടാവുള്ളൂ. ഇനി നല്ലൊരു സൃഷ്ടി ഉണ്ടായി, ചങ്ങമ്പുഴ ഒരെണ്ണം ഉണ്ടാക്കി, രമണൻ എന്ന് പറഞ്ഞിട്ട്. അവസാനം എന്താക്കി? ആ രമണനെ കെട്ടിത്തൂക്കിയതോടുകൂടി അതും ഒരു ട്രാജഡിയാക്കി മാറ്റി. അപ്പൊ ഇത്തരത്തിൽ അവരുടെ സൃഷ്ടികൾ മുഴുവൻ എന്താ പറയുക, ഒരു മെന്റൽ ഇഞ്ചുറിയുടെ, നഷ്ടപ്രണയത്തിന്റെ, വൈകാരിക ലൈഫിന്റെ ഒരു എന്താ പറയുക, ആ രീതിയിലേക്ക് മാറ്റി ജീവിക്കുന്ന ഈ ഒരു വിഭാഗം ലഹരിയുടെ കൂടി ഒരു ഭാഗമാണ്. അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണ് കലാരംഗത്തുള്ളവർ ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമകളാകുന്നത്, ഏറ്റവും കൂടുതൽ ലഹരിയുടെ ഉപഭോക്താക്കളാകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് മാത്രമല്ല, ഇവർക്ക് എങ്ങനെ ലഹരി ഉപയോഗിക്കാതിരിക്കാം എന്നുകൂടി ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഇതുവരെ കണ്ടവർ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക.
ഈ ഒരു വിഭാഗത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് അസംതൃപ്തിയില്ല. സംതൃപ്തി എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടാവില്ല. എന്ത് ചെയ്താലും സംതൃപ്തി ഉണ്ടാവില്ല. ഒരു കവിത എഴുതും, കവിത എഴുതിയിട്ട് ഈ മുമ്പ് എഴുതിയ കവിതയെക്കാളും മോശമാണ് ഇന്നത്തെ കവിത എന്ന് പറയും. എന്നിട്ട് അവർ പറയും, ഇന്നത്തെ എൻ്റെ ഈ കവിത ഇത് ആൾക്കാർക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു 100 കൊല്ലം കൂടി കഴിഞ്ഞാലേ മനസ്സിലാവുന്നു. എന്തേ കാലം തെറ്റി കവിത എഴുതിയത്? 100 കൊല്ലം കഴിഞ്ഞ് എഴുതിയാൽ പോരായിരുന്നോ? എന്നിട്ടൊരു അവിഞ്ഞൊരു വേഷം ഇട്ടിട്ട് ഒരു തോലൻ സഞ്ചി ഇട്ടുണ്ട് ഇങ്ങനെ നടക്കും. ഇനി ആ സഞ്ചി ഒന്ന് എടുത്ത് നോക്കിയാൽ ഭയങ്കര രസമാണ്. അതിനൊന്ന് വർണ്ണിക്കുകയാണെന്നുണ്ടെങ്കിൽ തോളത്തുണ്ടാകുന്ന ആ സഞ്ചി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ഏതോ കാലത്തെ ഒരു പേന, എഴുതിയാൽ തെളിയാത്തൊരു പേന അതിനുണ്ടാവും, കുറച്ച് കടലാസ് ഉണ്ടാവും, കൂട്ടത്തിൽ 1-2 ദേശാഭിമാനി പേപ്പർ നന്നായിട്ട് 4-5 കഷ്ണമായി മടക്കി അതിൻ്റെ ഉള്ളിൽ, ആ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ പല്ലി, പാറ്റ, പഴുതാര തുടങ്ങിയ ഒരുപാട് ജീവജാലങ്ങൾ അതിനകത്ത് കുട്ടികളും മക്കളും പേരക്കുട്ടികളുമായിട്ട് ജീവിച്ചിരിപ്പുണ്ടാവും. ഇതാണ് അവരുടെ ഒരു പൊതുവായിട്ടൊരു രീതി. ഞാൻ കളിയാക്കുന്നതായിട്ട് നിങ്ങൾ കരുതരുത്. അവരുടെ ഒരു ലൈഫ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അവർ ആക്ഷേപിക്കാൻ നിൽക്കണ്ട. അവരാക്ഷേപിച്ചതല്ല. ഇതൊരു നോർമൽ വ്യക്തികളുടെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും? അസൂയ, വിഷാദം, ഇത് രണ്ടുമാണ് ഇവരുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രാഥമിക അസൂയ, വിഷാദം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സൃഷ്ടികളിലുള്ള ഒരു അസൂയയും സ്വന്തം സൃഷ്ടികളിലും അല്ലെങ്കിൽ അതിൽ വിഷാദം മാത്രം കാണുന്ന, ട്രാജഡി മാത്രം കാണുന്ന ആ രീതിയിലുള്ള ഒരു സ്വഭാവം. അതാണ് ഇവരുടെ ഇത്തരം ഒരു അവസ്ഥയ്ക്ക് കാരണം. ഏതെങ്കിലും ഒരു കവി അല്ലെങ്കിൽ ഒരു കലാകാരൻ സാമ്പത്തികമായിട്ട് വിജയിക്കുന്നത് കാണാൻ കഴിയും? ആരുമില്ല. അതിനെ കച്ചവടമാക്കിക്കൊണ്ട് അതൊരു ബിസിനസ് മേഖലയിലേക്ക് മാത്രം ചെയ്ത ആൾക്കാർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ബാക്കി ആരും തന്നെ കാശുണ്ടാക്കിയിട്ടില്ല. ഒരാൾ പോലും കാശുണ്ടാക്കിയിട്ടില്ല. അതിന്റെ കാരണം ഏതാണ്? അവർക്ക് കാശുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥ വസ്തുത അവർക്ക് മനസ്സിലാക്കണം. സംതൃപ്തി വരണം, സമചിത്തത ഉണ്ടാകണം, ഇക്കണോമിറ്റി വേണം. സമചിത്തത എന്നാണ് നമ്മൾ പറയുക. ഒരു ഹോളി ഒറിജിനാണ് താൻ എന്ന് മനസ്സിലാക്കണം. അതായത് ക്രിയേറ്റിവിറ്റിയുടെ ഉസ്താദുമാരാണ് തങ്ങളെന്ന് മനസ്സിലാക്കണം. സത്യത്തിൽ ഇത് വേറൊരു വിഷയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കേട്ടോ. ഇവിടുത്തെ പാലങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ ഡിസൈൻ ചെയ്യേണ്ട ആൾക്കാർ ഇവരാ. നിങ്ങൾ ഫ്രാൻസ് ഒന്ന് നോക്കിയാൽ മതി. ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇൻഡിവിജ്വലിസ്റ്റ് കാറ്റഗറി ആൾക്കാരാണ്. ഇവിടെ നമ്മുടെ ഈ രാജ്യത്തെ എല്ലാ വിഭാഗവും ഉണ്ട്. കേരളത്തിൽ കൂടുതലുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഹെൽപ്പേഴ്സ് എന്ന് പറയുന്ന വിഭാഗം. അതാണ് ആന്റി സോഷ്യൽസും ഗുണ്ടായുസവും മറ്റേ പറഞ്ഞ രീതിയിലുള്ള കമന്റുകളൊക്കെ കൂടാൻ കാരണം. ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപക്ഷെ അത്തരത്തിലുള്ള കമന്റ് വരാം. അതൊക്കെ ആ കാറ്റഗറിയാണ്. അത് ഞാൻ പിന്നൊരു ദിവസം ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ലഹരിയെക്കുറിച്ച് നമ്മൾ പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്ര വിശാലമായിട്ട് ചെയ്യാമെന്ന് വെച്ചത്. ഇവിടെ ഈ സമചിത്തത എന്ന് പറഞ്ഞത് എന്നെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരെയും മറ്റുള്ളവരെ പോലെ തന്നെയാണ് ഞാനും എന്നൊരു സമചിത്തതയും താനൊരു ഓളെ ഒറിജിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ലഹരിയും മറ്റു കാര്യങ്ങളും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയിലേക്കും എത്തിച്ചേരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും അവന് വിജയിക്കാൻ പറ്റും. നല്ലൊരു മനുഷ്യനായി വരും. ഇത്തരത്തിലുള്ള വ്യക്തികളെയാണ് നമ്മൾ വൈസ് പേഴ്സൺ അഥവാ ജ്ഞാനി എന്ന് വിളിക്കുന്നത്. സേജസ്, ദർശനമരമുള്ളവൻ, പ്രവാചകൻ എന്നൊക്കെ വിളിക്കുന്നത് ഇവരാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഈ ഭൂമിയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏത് വേദപുസ്തകമായിക്കോട്ടെ, അത് ഖുർആനായിട്ടോ, ഖുർആനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തജ്വീദ് അനുസരിച്ചൊന്ന് പാരായണം ചെയ്യണമെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുക എന്ത് രസമാണ്. ഇനി അതല്ലെങ്കിൽ രാമായണമോ മഹാഭാരതമോ നല്ല ഉത്കൃഷ്ടമായ 2 സൃഷ്ടികളാണ്, ഇതിഹാസങ്ങളാണ്. നിങ്ങൾ അതൊന്ന് മര്യാദയ്ക്ക് പാരായണം ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് രസമാണ് അത് കേട്ടോണ്ടിരിക്കാൻ. അത് ബൈബിളായാലും ആ പള്ളിയിലൊക്കെ കൊയറിൽ പാടുന്നതിനെ, മ്യൂസിക് ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് പ്രയർ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു എല്ലാത്തിലും ഒരു കാവ്യഭാവമുണ്ട്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. കാവ്യഭാവം എന്ന് പറയുന്നത് എല്ലാത്തിലും ഉണ്ട്. അത് ഹറാമോ ഹലാലോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ ഇവിടെ മതത്തിലും ഈ സേജസ് എന്നുള്ള അവസ്ഥയിലും ഇതിന്റെ ഉത്തമ ഭാവത്തിലും ഒക്കെ ഒരു വൈസ് പേഴ്സൺ, റിഡപ്റ്റീവ് ലെവലിൽ ഒരു വൈസ് പേഴ്സൺ ആകുന്ന സമയത്ത് ഒരു കാവ്യഭാവത്തിൽ എല്ലാം ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാകും. അവൻ ലൈഫിൽ റിച്ചായി പോകുന്നത് കാണാൻ പറ്റും. ഇനി അങ്ങനെ റിച്ച് ആവാൻ കഴിഞ്ഞില്ലെങ്കിലാണ് ഈ പറയുന്ന ലഹരിയിലേക്ക് വരുന്നത്. നോർമൽ വ്യക്തിയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്നറിയോ? നോർമൽ വ്യക്തിയിൽ നിന്ന് കുറച്ചൊക്കെ കഞ്ചാവ് വലിക്കും, കുറച്ചൊക്കെ കള്ളു കുടിക്കും, കുറച്ചൊക്കെ ബാക്കിയുള്ളത് MDMA വലിക്കും. അത് ഓരോ സമയത്ത് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് ഈ ഇൻഡിവിജ്വലിസ്റ്റുകളുടെ പ്രത്യേകതയാണ്. എന്നിട്ട് ഇവർ ചീഞ്ഞു പോയി കഴിഞ്ഞാലോ, വളരെ മോശമായി കഴിഞ്ഞാൽ ലഹരിക്ക് അഡിക്റ്റ് ആയിരിക്കും. ഇവരാണ് ലഹരിക്ക് അഡിക്റ്റ് ആകുന്നത്. നിങ്ങൾ കവി അയ്യപ്പനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര വലിയ കവിയാണ്, ഏത് രീതിയിലെല്ലാം കവിത എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് എവിടെ കിടന്ന് മരിച്ചത്, എങ്ങനെ മരിച്ചത്, എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? ഇതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏതൊരു കവി എടുത്തു നോക്ക്, ഏതൊരു വലിയ ഒരു മനുഷ്യനെടുത്ത് നോക്ക്, കലാരംഗത്ത് ഉത്തമനായി നിൽക്കുന്ന ഏത് വ്യക്തിയും ചോദിച്ചു നോക്ക്. അവർ റെഡിമെയ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ കാളിന്റെ ഉസ്താദുമാരായിരിക്കും, മയക്കുമരുന്നിന്റെ ഉസ്താദുമാരായിരിക്കും. അതായത് ഈ ഒരു വിഭാഗത്തിന് ലഹരി എന്ന് പറഞ്ഞത് അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. അവർ കള്ളും കഞ്ചാവും എന്ന് പറഞ്ഞാൽ അവരുടെ കൂടപ്പിറപ്പാണ്. അതിന് അഡിക്റ്റ് ആവാതിരിക്കുകയാണ് വേണ്ടത്.
അതിനാണ് ഞാൻ എൻ്റെ 2004, 2014 ആ കാലഘട്ടം മുതൽ നിരന്തരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പേഴ്സണാലിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ കൂടി ഇവിടെ എഡ്യൂക്കേഷൻ കൊടുക്കണം. മിനിമം 8ാം ക്ലാസ് മുതൽ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പഠിപ്പിക്കണം, പേഴ്സണാലിറ്റി അനാലിസിസ് പഠിപ്പിക്കണം. താൻ ആരാണ്, തൻ്റെ സ്ട്രെങ്ത് വീക്ക്നെസ് ഏതാണെന്ന് പഠിപ്പിക്കണം. ഒരു ഇൻഡിവിജ്വലിസ്റ്റിനെ ഇത് പഠിപ്പിച്ചു വിടുകയാണെങ്കിൽ താൻ അഡിക്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്, ലഹരിയുടെ ഉസ്താദന്മാരാകാൻ സാധ്യതയുണ്ട്. എനിക്ക് വീടി വലിക്കണമെന്ന് തോന്നുന്നത്, എനിക്ക് കഞ്ചാവ് വലിക്കണമെന്ന് തോന്നുന്നത് ഇതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവന് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തത്? എന്റെ ഒരു പെർഫെക്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഒരു പീസ് മേക്കർ അല്ലെങ്കിൽ അതുപോലെ മറ്റൊരുത്തൻ എന്തുകൊണ്ടായി കഞ്ചാവ് വലിക്കാത്തത്? അതുകൂടെ ചിന്തിക്കണമല്ലോ. എല്ലാവരും കഞ്ചാവ് വലിക്കുന്നില്ലല്ലോ. എന്നാൽ ലഹരിയിലെ വക്താക്കൾ, ഈ പറഞ്ഞ ഇൻഡിവിജ്വലിസ്റ്റുകളായിട്ടുള്ള നോർമൽ അൺറെഡീംഡ് വ്യക്തികളെല്ലാം കഞ്ചാവും ചരസും എല്ലാം നിരന്തരം ഉപയോഗിക്കുന്നവരാണ്. അതിൽ അൺറെഡീംഡ് ആയി കഴിഞ്ഞാൽ, ചീഞ്ഞു കഴിഞ്ഞാൽ ലഹരിക്ക് അഡിക്റ്റാണ് അവർ. ഇതാണ് അതിന്റെ റീസൺ. അപ്പോൾ നിങ്ങൾ സിനിമാ മേഖലയിൽ കഞ്ചാവ് തരാൻ നിന്നാൽ, അതുപോലെ കലാമേഖലയിൽ മറ്റു മേഖലയിൽ നിങ്ങൾ കഞ്ചാവും ബാക്കിയുള്ളൊന്നും തരാൻ നിന്നാൽ കുറേശ്ശെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കേസെടുക്കാൻ പറ്റൂല. കേസെടുക്കുന്ന ലെവലിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടൂല. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ടി വരും. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാതെയുള്ള മാർഗം കുറഞ്ഞ രീതിയിൽ അവർ ഉപയോഗിക്കും. മനുഷ്യർ ഇങ്ങനെ വ്യത്യസ്തമായ ടൈപ്പുകളിൽ വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊന്നും തിരിച്ചറിയാതെയാണ് ഇവിടെ ഓരോ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, ഓരോന്ന് ചെയ്യുന്നത്. ഇവിടെ ക്രൈം കൂടി വരുന്നതിന്റെ കാരണമൊക്കെ ഇതാണ്. ഓരോ വ്യക്തിയും വീക്കായി കഴിഞ്ഞാൽ, അൺറെഡീംഡ് ആയി കഴിഞ്ഞാൽ എന്താകും? സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നത്, കള്ളത്തരകം നടക്കുന്നത്, കൊള്ള നടക്കുന്നത് ഒക്കെ ഇതാണ്. എന്തുകൊണ്ട് ഗുണ്ടകൾ പെരുകി വരുന്നു? എന്തുകൊണ്ട് ഇങ്ങനെ പിണറായി ഗെറ്റ് ഔട്ട് അടിക്കുന്നു? അതായത് കടക്ക് പുറത്തെന്ന് പറയുന്നത്. ഇതിനൊക്കെ റീസൺ ഉണ്ട്. ഇതൊക്കെ എത്രയോ വർഷങ്ങളായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ തന്നെ 1ാം പിണറായി സർക്കാരിന്റെ ആ സത്യപ്രതിജ്ഞ ചെയ്ത് നിൽക്കുന്ന ആ സമയത്ത് ആദ്യം പറഞ്ഞൊരു ഡയലോഗ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതമാണ്, 3 മാസത്തിനുള്ളിൽ സെക്രട്ടേറിയറ്റിലെ എല്ലാ ഫയലും തീർപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനടക്കമുള്ള പേഴ്സണാലിറ്റി അനാലിസിസ് ട്രെയിനേഴ്സ് പറഞ്ഞതെന്നറിയോ? പിണറായി ഒലക്ക ചെയ്യും. അതിന് ഈ പറഞ്ഞ 2 ചങ്കും 3 ചങ്കും 10 ചങ്കും കൊണ്ട് കാര്യമില്ല. ഞങ്ങളെപ്പോലുള്ളവരെ വിളിച്ചുകാണ്ട് സെക്രട്ടേറിയറ്റിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും പേഴ്സണാലിറ്റി അനാലിസിസ് ക്ലാസ് എടുപ്പിച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1, 2, 3 മാസം കൊണ്ട് ആ ഫയൽ നീങ്ങിയേക്കുമെന്ന് ഞങ്ങളന്ന് പറഞ്ഞിരുന്നു, കളിയാക്കി പറഞ്ഞിരുന്ന. ഇത് അതിന്റെ വാസ്തവമാണ്. കാര്യം ഓരോ വ്യക്തിയും എന്തുകൊണ്ട് ഫയൽ നീക്കുന്നില്ല? ഇത് വെച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു, അവർ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ഞാനൊരു കൗൺസിലിങ്ങിന് പോയി, ഒരു വർഷത്തിന് ശേഷം. ഞാനിപ്പോൾ കൗൺസിലിങ്ങൊന്നും എടുക്കണില്ല. എൻ്റെ ഒരു സുഹൃത്ത് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ എന്താണ്, ഒരു പെൺകുട്ടിയെ കൂട്ടിൽ കെട്ടിയിട്ടേക്കാണ്. അതായത് പെർഫെക്ഷനിസ്റ്റിന്റെ അണ്ടറിൽ ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. എന്തൂസിയാസ്റ്റാണ് ആ പെൺകുട്ടി. അതായത് അഴിച്ചു വിടേണ്ട കുട്ടിയാണ്, ഈ ലോകം മുഴുവൻ കറങ്ങേണ്ട കുട്ടിയാണ്, ബുള്ളറ്റ് എടുത്ത് കറങ്ങേണ്ട പെൺകുട്ടിയാണ്. ലഡാക്കിലൊക്കെ ഇങ്ങനെ കറങ്ങി ടെൻ്റ് അടിച്ച് ട്രക്കിങ്ങും ട്രാവലിങ്ങും ഫുഡുമായിട്ട് നടക്കേണ്ട ഒരാളാണ്. അപ്പോൾ അവരെ തങ്ങളുടെ ലെവലിലേക്ക് പിടിച്ചിങ്ങനെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, ഒരു പ്രയാസം, ഒരു മാനസിക പ്രയാസം, അതാണ് ആ കുട്ടിയെ അലട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് ആ കുട്ടിക്കും അറിയില്ല. അപ്പോൾ ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് അത് അത്തരത്തിലൊരു വിഷാദം വന്നത് എന്ന് അതിനറിയില്ല. ഇത് അറിയാതെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ട് ചെന്നാൽ, മറ്റു സൈക്കോളജിസ്റ്റിന്റെ ചെന്ന് കഴിഞ്ഞാൽ 2-ൽ ഒരു പേര് ഉറപ്പിക്കും. ഒന്നുകിൽ മൂഡ് ഡിസോർഡർ, അതല്ലെങ്കിൽ ബൈപ്പോളർ ഡിസോർഡർ. ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെന്ന് പറയും. അപ്പോൾ ഇത് വ്യക്തമായ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഒരല്പം ആശ്വാസം കിട്ടിയെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വാർത്ത കിട്ടി. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് സിനിമാ മേഖലയിലുള്ളവർ ഇത്തരത്തിൽ ലഹരിന്റെ പിന്നാലെ പോകുന്നു വെച്ചാൽ, ദാറ്റ് മീൻ കലാകാരന്മാർക്ക് ലഹരി എന്നത് ഒരു വിഷയമുള്ള കാര്യമല്ല. അതെല്ലാത്തിലും അവർക്ക് ലഹരിയാണ്. പക്ഷെ അതിന് അഡിക്റ്റ് ആകുന്നത് അവർക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിലുള്ളവർക്ക് ലഹരി എങ്ങനെയെന്നുള്ളതല്ല, അതിന്റെ അൺറെഡീംഡ് ഭാവം, ഓരോ വ്യക്തിയുടെയും ചീഞ്ഞ ഭാവം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ലഹരി എന്നല്ല, ഇവിടുത്തെ കുറ്റമെന്നല്ല, ഉണ്ടായസമെന്നല്ല, ഇവിടുത്തെ പീഡനമെന്നല്ല, എല്ലാ കാര്യങ്ങളും, സകല കാര്യങ്ങളും കൂടി വരും ഇനിയുള്ള കാലം. കാരണം അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും വൈകാതെ പേഴ്സണാലിറ്റി അനാലിസിസ് പഠിപ്പിക്കാനുള്ള സിലബസിൽ അത് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ് പോണത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ദൈവത്തിന്റെ സ്വന്തം നാടിനെ ദൈവത്തിന് പോലും ഒരു പക്ഷേ നന്നാക്കി എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. Different angles. Don't forget to subscribe and support this channel.